അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട് വിക്രത്തിനോട്, എനിക്ക് വേദോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് മോനെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നത്, അതിനെന്താ അമ്മേ ഞാൻ വിളിച്ച് തരാൻ പറഞ്ഞിട്ട് വേദന വിളിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നന്ദിനി എടുത്ത് ആലോചിക്കേണ്ടത് എങ്ങനെ ഇപ്പോൾ വേദന നമ്പർ ഒന്ന് കിട്ടുക, നമ്മുടെ ശ്രീകാന്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇപ്പോൾ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും കമല വേദോട് സംസാരിച്ച ശേഷം എപ്പോഴാണ് അവളിങ്ങോട്ട് വരിക, അവളെ കാണാൻ തോന്നിയിട്ട് വല്ലാതെ വിഷമിച്ച് നമ്മുടെ വിക്രത്തിനെ കണ്ടപ്പോൾ പൊട്ടിക്കാരുണ്ട്. എന്തായാലും വിക്രം പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചെത്തും അമ്മ വിഷമിക്കാതിരിക്കുന്നതൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വിക്രം ശ്രീലക്ഷ്മിയെ വിളിക്കേണ്ടത്. എന്നിട്ട് ശ്രീലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീലക്ഷ്മി ഇങ്ങനെ വോയിസ് നോട്ട് കേൾക്കുന്നത് നമ്മുടെ സന്തോഷിൻ്റെ വോയിസാണ്. എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മിയെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഒപ്പം പോരാൻ റെഡിയാണോ, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ സന്തോഷിൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് പറയുന്നത്. എന്തായാലും നമ്മുടെ ശ്രീലക്ഷ്മി പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാമെന്നൊക്കെ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ജോബിയോട് പോലീസുകാരൻ പറയുന്നുണ്ട്, എന്നോട് പോലും നേരെ ഇടപെടരുത്, ആ വിക്രത്തിനോട് നേരിട്ട് ഇടപെടരുത് എന്നാണ് നമ്മുടെ സാബു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ അവനോട് നേരിട്ട് ഇടപെടാനില്ല, അതിന് പകരം അവൻ്റെ ഭാര്യയല്ലേ, അവളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ജോബിയോട് ആ വേദ, അവളോട് നമുക്ക് ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വിക്രം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വിക്രം നേരെ ചെല്ലുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറെ കാണാനാണ്. ശ്രീനിവാസൻ സാറാണെങ്കിൽ നമ്മുടെ വിക്രത്തിനെ കണ്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട്. അവനെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.